ആന്റി ഒന്ന് കാണാൻ വേണ്ടി ഞാൻ എവിടെല്ലാം നോക്കിന്നറിയോ? എന്തിനാ? എന്താന്നറിയില്ല, കാണണമെന്ന് തോന്നി. പക്ഷേ എന്റെ ചാരു മിസ് എന്താ പറഞ്ഞെന്നറിയോ? നമുക്ക് ഒത്തിരി ഇഷ്ടം തോന്നുന്ന മനുഷ്യരെയൊക്കെ നമ്മളങ്ങനെ തപ്പി നടക്കൂന്നാ പറഞ്ഞേ. എന്ന് വെച്ചാ നിനക്കെന്നോട് അത്രയേറെ ഇഷ്ടമുണ്ടെന്നാ? അറിഞ്ഞൂടാ, ഞാൻ കൺഫ്യൂസ്ഡാ. പക്ഷേ ആന്റിയോട് എനിക്ക് മിണ്ടാൻ ഒത്തിരി ഇഷ്ടം അറിയോ? ആന്റി കൂടെ ഉള്ളപ്പോ ഞാൻ ഭയങ്കര ഹാപ്പിയാ. ആന്റിയുടെ അടുത്ത് വന്നിരിക്കണോന്നൊക്കെ തോന്നും. അതെന്താ? മോളുടെ വീട്ടില് മോളെ സ്നേഹിക്കാൻ ആരുമില്ലേ? എന്റെ വീട്ടിൽ ഒത്തിരി പേരുണ്ട് ആന്റി, പക്ഷെ എല്ലാവരും ഭയങ്കര ബിസി അറിയോ? എന്റെ അച്ഛനെ ആണെങ്കിൽ കാണാൻ പോലും കിട്ടില്ല. വേറെ ആരോടും എനിക്കൊന്നും മിണ്ടാനും തോന്നില്ല. പക്ഷെ ആന്റിയെ കാണുമ്പോ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ തോന്നും. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ആന്റിയോട് മിണ്ടിയും പറഞ്ഞും കൂടെ ഇരിക്കാൻ തോന്നുന്നുണ്ട്. നിന്നെ കാണുന്ന സമയത്തും എനിക്ക് അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നേ. വാവ്, അത് എത്ര വലിയ കാര്യമല്ലേ ആന്റി? ഇങ്ങനെയൊക്കെ തോന്നുന്നവരെ കഴിഞ്ഞ ഏതോ ജന്മത്ത് ഒരേ ഫാമിലിയില് ഒന്നിച്ച് ജീവിച്ച് മരിച്ചതാ അത്ര. ചാരു, മേഘനടുത്തിയെ കണ്ടതിനെ കുറിച്ചാണോ നീ ആലോചിക്കുന്നത്? നീ നിന്റെ ചേച്ചിയെ കുറിച്ച് ഏത് നേരവും ചിന്തിച്ചിരിക്കണോണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നേ. അതങ്ങ് മനസ്സിനെടുത്ത് കള. ചാരു, എന്തുപറ്റി? എന്താ വല്ലാതിരിക്കുന്നേ? എന്താന്ന് ചോദിച്ചാ മിഥുനേട്ടാ, ചേച്ചിയോ? അല്ല, എനിക്ക് പരിചയമുള്ളൊരു ചേച്ചി ഇവിടെ വെച്ച് കണ്ടു. അതിനിപ്പോ എന്താ? അവരെന്താ തന്നെ പേടിപ്പിക്കുമല്ലോ ചെയ്തോ? അങ്ങനെയൊന്നുമില്ല മിഥുനേട്ടാ, പെട്ടെന്ന് ഞാനെന്തോ. വിവേക്, ചക്ക എവിടെ പോയിരിക്കുക? അയ്യോ, കുഞ്ഞു വായിൽ എത്ര വലിയ കാര്യങ്ങളാ നീ പറയുന്നേ. നിനക്കിതൊക്കെ ആരാ പറഞ്ഞിരുന്നേ? എന്റെ ഒരു ഫ്രണ്ടിന്റെ ചേച്ചി ഈ ബൂമർ മൂവീസ് ഒക്കെ ഒത്തിരി കാണാറുണ്ട്. എന്നിട്ട് അതിലെ സെന്റി ഡയലോഗ്സ് ഒക്കെ എനിക്ക് പറഞ്ഞു തരും. ആ ചേച്ചി പറഞ്ഞ കഥകളൊക്കെ വെച്ച് നോക്കുമ്പോ എനിക്കും ആന്റിക്ക് എന്തോ ഒരു ബന്ധം ഉണ്ടെന്നുള്ളത് ഉറപ്പാ. ആർക്കറിയാം മോളെ? നമ്മള് തമ്മില് എന്തൊക്കെയോ ഉള്ളത് കൊണ്ടായിരിക്കും ആന്റി ആന്റിയുടെ അടുത്ത് വരുമ്പോ എനിക്ക് എന്റെ അച്ഛന്റെ കൂടെ ഇരിക്കുന്ന പോലെ തോന്നും. എന്റെ അച്ഛൻ എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെയാ ആന്റി എന്നോട് മിണ്ടേം പറയേ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് അറിയോ? എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടം. എന്റെ മോന്റെ അടുത്തിരിക്കുമ്പോ തോന്നുന്ന അതേ മാനസികാവസ്ഥയാ നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിലേ നമ്മുടെ ലൈഫിലെ ഒരു ബിഗ് സീക്രട്ട് എന്നെങ്കിലും ഒരു ദിവസം ദൈവം നമുക്ക് കാണിച്ചു തരും. ഇതാര് പറഞ്ഞ ഡയലോഗാ? നിന്റെ ബൂമർ ചേച്ചിയാ? അതേലോ, ഇതേപോലത്തെ ഒത്തിരി സെന്റി അടിക്കാൻ എനിക്കറിയാം. ബൂമർ ചേച്ചി ഇനി എന്തെങ്കിലും പറഞ്ഞ ഞാൻ വന്ന് പറയാവേ. അങ്ങനെയങ്ങ് വിട്ടാലെങ്ങനെയാ? നീ വേഗം ചെന്ന് അവളെ കണ്ടുപിടിച്ചോണ്ട് വന്നേ. ശരി ചേട്ടാ. ഞാനും കൂടെ പോയി നോക്കട്ടെ മിഥുനേട്ടാ.
ചോദിക്കാനുണ്ടോ? ഇങ്ങനെ ചുമച്ചും കുരിച്ചും അടുത്തു വന്ന് നിൽക്കുന്നത് എന്തിനാ? ഇവൻ ആള് കൊള്ളാലോ. മനുഷ്യരെ കളിയാക്കാൻ ഇവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്കിള് ചോദിച്ചോ, കുഴപ്പമില്ല. ചക്കയുടെ ആർക്കറിയാം, ഞാൻ കണ്ടിട്ട് പോലുമില്ല. അങ്കിള് ചക്കി എന്റെ പോക്കറ്റിന്റെ അകത്ത് വെച്ചിട്ടാണോ പോയേ? എന്തിനാ എന്നോട് വന്ന് ചോദിക്കുന്നേ? നീയല്ലേ അവളെ ഗസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എന്നിട്ട് നിനക്ക് അവളുടെ കാര്യത്തിലൊരു ശ്രദ്ധയില്ല? അങ്കിളേ, 5 വയസ്സുള്ള ഒരു കുട്ടീനടുത്ത് ചോദിക്കുന്ന ചോദ്യമാണോ ഇത്? നീ പേരിന് മാത്രം 5 വയസ്സുള്ള കൊച്ച്. സത്യത്തിലേ മൂത്ത് നരച്ച മുതുകളവന്റെ ബുദ്ധിയാണ് നിനക്ക്. ഞാൻ ക്ഷമിച്ചൂട്ടോ, ഇപ്പോഴെന്റെ ടാലന്റ് മനസ്സിലായില്ലേ? ശിവൻ. അങ്കിള് ടെൻഷൻ അടിക്കണ്ട, ചക്കി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. എന്റെ ഫ്രണ്ട് ചക്കിയെ ഞാൻ തന്നെ പോയി വിളിച്ചോണ്ട് വന്നോളാം. ഇതിനെ കുട്ടിച്ചാത്തെന്ന് വിളിച്ചാ പോരാ, കുട്ടി ചെകുത്താനെന്ന് വിളിക്കണ്ടേ. ആന്റിയെ കാണാൻ എന്ത് രസമാണെന്നറിയോ? ഞാനും വളർന്ന് വലുതാവുമ്പോ ആന്റിയുടെ അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കോ? എന്നെക്കാളും ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. ബ്യൂട്ടിഫുൾ ആവുന്ന കാര്യമൊക്കെ അവിടെ നിക്കട്ടെ. എന്ത് പറ്റി ബ്രോ? നമ്മുടെ ചാരു മിസ് ചക്കി അന്വേഷിച്ച് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. വാ നമുക്ക് പോവാം. എന്നാ ആന്റിയും കൂടെ വരുമോ? ഇപ്പൊ ഞാൻ വരുന്നില്ല മോളെ, പിന്നീട് ഒരിക്കൽ ഞാൻ കണ്ടോളാം കേട്ടോ. ശരി, എന്നാല് ഞാൻ ആന്റിയുടെ വീട്ടിൽ വന്നില്ലേ, ആന്റി വരണം ഞങ്ങളുടെ വീട്ടില്. ഒരു ദിവസം മുഴുവൻ എന്റെ കൂടെ ഉണ്ടാവണം കേട്ടോ ആന്റി? ശരി. ബായ് ആന്റി, പെട്ടെന്ന് വാ. ഇങ്ങോട്ടേക്ക് വാ. കൂൾ ഡ്രിങ്ക്സ് എടുത്തോളൂ. അച്ഛാ. ഓ, ഇത്രയും നേരം എവിടെയായിരുന്നു ചക്കി? ചിക്കുന്റെ അമ്മയുടെ അടുത്ത് മിണ്ടിക്കൊണ്ടിരിക്കായിരുന്നു. നിനക്ക് വർത്താനം പറയാൻ വേറെ ആരെയും കിട്ടിയില്ല? ചക്കി, പറയാതെ എങ്ങോട്ടേക്കും പോരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. ഞങ്ങൾ എവിടെയെല്ലാം നോക്കി നടന്നു അറിയോ? സോറി ചെറിയച്ഛാ. ശരി, എന്നാ നമുക്ക് വേഗം ഇറങ്ങാൻ നോക്കാം. എന്നാ ശരി ബ്രോ, എന്നാ ഞങ്ങള് പോയിക്കോട്ടെ. ബൈ ബ്രോ. മിഥുൻ, എന്താ മിഥുൻ ഇത്? അഭിനന്ദിക്കാൻ വന്ന ആള് ഡിന്നർ കഴിക്കാതെ ഇറങ്ങി പോകാൻ നോക്കുക. ഡിന്നറൊന്നും വേണ്ട. നിന്റെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് വന്നേ. അതെന്താ, പരാജയത്തിന്റെ കയ്പുനീര് ഇതുവരെ മാറിയിട്ടില്ലല്ലേ? അതോ എന്റെ വിജയാഘോഷം കണ്ട് നിനക്ക് സഹിക്കാൻ പറ്റാതെ ആയതാണോ? അതെ അർജുൻ, നിന്റെ ഈ വിജയം കണ്ട് അസൂയപ്പെടാൻ മാത്രം തരം താഴ്ന്നിട്ടില്ല ഞാൻ. ഇപ്രാവശ്യത്തെ വിജയം നിന്റേതായിരിക്കാം, പക്ഷെ ഇനി അങ്ങോട്ട് എന്റേതായിരിക്കും. അത് ഓർമ്മയിരിക്കട്ടെ. ഞാൻ മംഗലാപുരത്തേക്ക് എത്തിയ അന്നു മുതൽ തന്നെ ഒരു ഉഗ്രൻ പരാജയത്തിന്റെ സ്വാദ് നിന്നെ ഞാനൊന്ന് അറിയിച്ചതാ. എങ്ങനെ ഉണ്ടായിരുന്നത്? വിജയിച്ചു എന്നും പറഞ്ഞ് ഇങ്ങനെ പ്രസംഗിക്കുന്നതിന് മുമ്പ് നിന്നേക്കാളും ബുദ്ധിമതിയായ ഏതോ ഒരു പെണ്ണ് നിന്റെ ചട്ടിയിലേക്കിട്ട ഭിക്ഷയാ ഈ വിജയമൊന്ന് മറക്കാതിരുന്നാ കൊള്ളാം. ഒരു പെണ്ണിന്റെ ബലത്തിൽ ഇങ്ങനെ തുള്ളരുത് നീ. പകരം ആണായിട്ട് വിജയിച്ച് കാണിക്കേ. മൈൻഡ് യുവർ ടങ് മിഥുൻ. ഇപ്പൊ കാര്യം പിടികിട്ടിയില്ലേ? വേണ്ടാധീനം വിളിച്ചു പറയാൻ നിനക്ക് മാത്രമല്ല അറിയാം, ഞാൻ തുടങ്ങിയാൽ നിനക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ആദ്യം നീ നിന്റെ നാവിനെ നിയന്ത്രിച്ചു നിർത്താൻ പഠിക്ക അർജുൻ.
ആരോട് എങ്ങനെ സംസാരിക്കണമെന്നും എവിടെ എങ്ങനെ പെരുമാറണമെന്നും നീ എന്നെ പഠിപ്പിക്കാറായിട്ടില്ല. ആ തിരിച്ചറിവൊന്നും ഇല്ലാതെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയതെന്ന് നീ വിചാരിച്ചിരിക്കുന്നത്? തീയിൽ കുരുത്തവനാണ് ഈ അർജുൻ. അത് വെയിലത്ത് വാടുമെന്ന് നീ വിചാരിക്കണ്ട. അതെ അർജുൻ, നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോഴേ നമ്മൾ വസിക്കുന്ന കെട്ടിടങ്ങളോ നമ്മൾ ഓടിക്കുന്ന കാറിന്റെ ബ്രാൻഡോ അല്ല, നമ്മുടെ പെരുമാറ്റവും സംസ്കാരവും പോലെ ഇരിക്കും. ആദ്യം അത് പഠിക്കും. പെരുമാറ്റത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും നീ പറഞ്ഞു തന്നിട്ട് പഠിക്കേണ്ട അവസ്ഥയൊന്നും എനിക്കില്ല. നല്ലതിനെ നല്ലതായും ചീത്തയെ ചീത്തയായി കണ്ടും പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് ഇനി ഞാൻ നിന്നെ അങ്ങോട്ട് പഠിപ്പിച്ചു തരാം. 1000 പേരെ വിളിച്ചു വരുത്തി അവർക്ക് 100 കണക്കിന് വിഭവങ്ങളും വിളമ്പി അവർക്ക് മുന്നിൽ തേനിൽ ചാലിച്ച 4 വാക്കുകളും പറഞ്ഞ നീ വലിയവനാണെന്ന് തോന്നിയ നിന്റെ തെറ്റ്. നിന്റെ ഈ അഹങ്കാരം തന്നെ നിനക്കുള്ള കുഴി തോണ്ടിക്കോളൂ അർജുൻ. അഹങ്കാരത്തെക്കുറിച്ച് നീ സംസാരിക്കുന്നു. അത് കുത്തകയാക്കി വെച്ചിരിക്കുന്ന നീയാണെന്ന് മറക്കണ്ട. നമുക്ക് കാണാം. ആരെന്താണെന്ന് മനസ്സിലാക്കാൻ മുന്നോട്ട് നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ നമ്മുടെ വഴികൾ. ഈ ഒരു ചെറിയ വിജയത്തിന്റെ പേരിൽ മസിൽ വീർപ്പിക്കുമ്പോൾ ഇനി അങ്ങോട്ട് വിജയമെന്ന വാക്ക് പോലും നിനക്ക് കേൾക്കാൻ അവസരം തരാതെ അത് എന്നിലേക്ക് ഒതുക്കി നിർത്താൻ എനിക്കറിയാം. ഇനി വിജയത്തിന്റെ പൂരം ആഘോഷിക്കുന്നത് ഈ മിഥുൻ നന്ദനായിരിക്കും. നീ കാത്തിരുന്ന മോനെ. നിനക്ക് മാത്രമല്ല, നിന്റെ ഈ വിജയത്തിന് കാരണമായിക്കൊണ്ട് നിന്റെ ഒപ്പം പ്രവർത്തിച്ച വ്യക്തികളില്ലേ, അവർക്കും കൂടിയുള്ള താക്കീത. അപ്പൊ കാണാം. നീ എന്ത് വിവേകി പറയുന്നത്? സത്യമാണോ വല്യമ്മേ? ഇന്നലെ സന്ധ്യക്ക് വല്യേട്ടനും അർജുനും തമ്മിൽ അവിടെ വെച്ച് വലിയ വഴക്കാ നടന്നത്. രണ്ടുപേരും കട്ടയ്ക്കുള്ള വാക്കുകൾക്കായിരുന്നു. ആരെങ്കിലും ഒന്ന് വിട്ടുകൊടുക്കണ്ടേ? ആ ഫംഗ്ഷന്റെ അറ്റ്മോസ്ഫിയർ തന്നെ ആകെ മാറിപ്പോയെന്നേ. രണ്ടുപേരും തമ്മിലുള്ള ഈ ബിസിനസ് മത്സരങ്ങൾ ആ രീതിയിൽ അങ്ങ് കണ്ടാ പോരെ? ഇവര് രണ്ടുപേരും ഇതെന്തിന്റെ പേഴ്സണൽ ലൈഫിലും ഒരു ശത്രുതയായിട്ട് കൊണ്ടു നടക്കുന്നത്? അതൊക്കെ പോട്ടേന്ന് വെക്കാൻ വല്യമ്മേ. വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം കൂടി ഉണ്ടായി. അതെന്തെന്നാടാ? ഇന്നലെ ആ ഫംഗ്ഷനിൽ വെച്ച് ചാരു മേഘനടുത്തെ കണ്ടിരുന്നു അത്രേ. നേരാണോടാ നീ പറയുന്നത്? അവരുടെ ഫംഗ്ഷനിൽ മേഘന ഉണ്ടായിരുന്നോ? ഇതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണോ? സത്യമാണ് മോം. മേഘന മരിച്ചുവെന്നാണ് എല്ലാവരും കരുതുന്നത്. പക്ഷെ മേഘന ജീവനോടെ ഉണ്ട്. മേഘന മറ്റെവിടെയോ അല്ല, നിനക്ക് ചുറ്റും തന്നെയുണ്ട്. ഈശ്വര ഭാർഗവ പണിക്കരും ഇത് തന്നെയല്ലേ പറഞ്ഞത്? എന്നാലും മേഘന എങ്ങനെ അവരുടെ വീട്ടില്? നീ എന്ത് പ്രാന്താടാ ഈ പറയുന്നേ? ചാരു വല്ല പിച്ചും പെയ്യും പറഞ്ഞതായിരിക്കും. കൂൾ മോം. ചാരുവിന് ഏതു നേരവും അവളുടെ ചേച്ചിയുടെ ചിന്തയല്ലേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ആരെ കണ്ടാലും അവൾക്ക് മേഘനടുത്തിയാണെന്ന് തോന്നുന്നേ.
ഉള്ളോടാ. പിന്നെ അല്ലാതെ എങ്ങനെ സംഭവിക്കാനാ? മേഘനടുത്ത് എവിടുന്ന് വരാനാ മോം? കഷ്ടമുണ്ട് ചാരുവിന്റെ കാര്യം. അവള് മേഘനടുത്തിയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ടെൻഷൻ കൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നേ, അല്ലാതെ എന്താ? അപ്പൊ ഭാർഗവ പണിക്കര് എന്ത് ഉദ്ദേശത്തിലായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞത്? എന്താ നേരം വെളുത്തതും എന്തോ ഒരു ഇൻട്രസ്റ്റിംഗ് മാറ്ററിന്റെ ഡിസ്കഷൻ. ചക്കി എവിടെ പോയടാ? ദേ നോക്കിയേ, പറഞ്ഞ് നാവെടുത്തില്ല, അവളിങ്ങ് എത്തിയല്ലോ. ഗുഡ് മോർണിംഗ് അച്ഛമ്മേ. വെരി ഗുഡ് മോർണിംഗ്. സ്കൂളിൽ പോകാൻ റെഡി ആയതാണോ? അതെ അച്ഛമ്മേ. വിവേക്, നീ ചക്കിമോളെ കൊണ്ടുപോയി സ്കൂളിൽ വിട്. ആയിക്കോട്ടെ വല്യമ്മേ. നീ ഒന്നും പോണ്ട. ഇവൻ ആ സ്കൂളിലേക്ക് പോകുന്ന എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. മിഥുൻ, ചക്കിന്ന് നീ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് പറ്റുമെങ്കിൽ എന്നെ ഡ്രോപ്പ് ചെയ്, അല്ലെങ്കിൽ ഡ്രൈവറോട് പറഞ്ഞാ മതി, ഞാൻ പൊക്കോളാം. എന്തിനാ വെറുതെ ആരോ ഒരാളെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി, അതുകൊണ്ട് ഈ ഡ്രോപ്പിങ്ങും പിക്കപ്പ് ഒന്നും എനിക്ക് പറ്റില്ല. ഞാനതിന് സാറിനോട് ചോദിച്ചില്ലല്ലോ. ഞാനും മേഡത്തിനോട് പറഞ്ഞില്ലല്ലോ. സാറിനോട് ആരും മിണ്ടാൻ വരുന്നു. നിന്നോട് വർത്താനം പറയുന്നത് വേസ്റ്റ് ആണെന്ന് എനിക്കും അറിയാം. ഇതൊന്ന് നിർത്തുന്നുണ്ടോ? ാക്കി എന്റെ ഫ്രണ്ടിന്റെ മുമ്പ് എന്നെ ഇൻസൾട്ട് ചെയ്തില്ലേ? നിന്റെ ആ ഊച്ചാളി ഫ്രണ്ടിന് എന്ത് ഇൻസൾട്ട്? എന്റെ ഫ്രണ്ടിനെ വല്ലതും പറഞ്ഞാലേ ഞാൻ ചുമ്മാ ഇരിക്കില്ല. അല്ല, നീ എന്ത് ഒന്ന് ചെയ്യും? മതിയൊക്കെ എന്റെ മിഥുനെ. എന്തേ കാണിക്കുന്നേ? അച്ഛനും മോളും പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. മിഥുൻ, അവൾക്ക് സ്കൂളിൽ പോവാൻ നേരെ ചക്കയെ കൊണ്ടുപോയിട്ട് ഓഫീസിൽ പോ. ആ, വേണമെങ്കിൽ ഒന്ന് കാറി കയറാൻ പറ. ചെന്ന് ഡോർ ഓപ്പൺ ചെയ്ത് പിടിക്കാൻ പറ. ചക്കി, മോള് വേഗം നിർത്തും. വിജയിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രസംഗിക്കുന്നതിന് മുമ്പ് നിന്നേക്കാളും ബുദ്ധിമതിയായ ഏതോ ഒരു പെണ്ണ് നിന്റെ ചട്ടിയിലേക്കിട്ട ഭിക്ഷയാ ഈ വിജയൊന്ന് മറക്കാതിരുന്നാ കൊള്ളാം. ഈ ഒരു ചെറിയ വിജയത്തിന്റെ പേരിൽ മസിൽ വീർപ്പിക്കുമ്പോ ഇനി അങ്ങോട്ട് വിജയമെന്ന വാക്ക് പോലും നിനക്ക് കേൾക്കാൻ അവസരം തരാതെ അത് എന്നിലേക്ക് ഒതുക്കി നിർത്താൻ എനിക്കറിയാം. ഇനി വിജയത്തിന്റെ പൂരം ആഘോഷിക്കുന്നത് ഈ മിഥുൻ നന്ദനായിരിക്കും. നീ കാത്തിരുന്ന മോനെ.